വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. കോസ്മെറ്റിക്സ് ഷോപ്പിൽ പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വളരെ കുറച്ച് സാധനങ്ങളുള്ളൂ. അതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ, എന്തൊക്കെയാണ് വാങ്ങിച്ചെന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട് ഉണ്ടാവും, ക്ഷമിക്കുക. സോ അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. നിങ്ങൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ കാണാതാണല്ലോ, അപ്പൊ അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ചായിട്ടുണ്ട് ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഞാൻ പറയാം, ഈ ഒരു കവറുണ്ട്, പിന്നെ ഈ ഒരു കവറുണ്ട്. അപ്പൊ ഈ രണ്ട് സംഭവങ്ങളാണ് നമുക്ക് അൺബോക്സ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ചെറിയ കവറിൽ നിന്ന് തുടങ്ങാം. സോ ഇത് നമ്മൾ വാങ്ങിച്ചത് ബെല്ലാമരിയനാണ്. ഇതാണ് അവിടെ നിന്ന് വാങ്ങിച്ച ഒരു കവറ്. എന്താ വാങ്ങിച്ചതെന്ന് ഓർമ്മയില്ല, നമുക്ക് നോക്കാം. ാണ് അമ്മനിങ്ങനെ വീണുപോയി പാക്കറ്റ് ചെയ്യുന്നൊക്കെ. പക്ഷെ കമ്മലാണ്, അമ്മയ്ക്കും എനിക്കും കൂടെ വാങ്ങിച്ചൊരു കമ്മലാണ് കേട്ടോ. സോ അതിന് വാങ്ങിച്ച ഈ ഒരു കമ്മലാണ്. ഭയങ്കര ഇഷ്ടപ്പെടുന്ന നല്ല റിംഗ് ടൈപ്പ് ഉള്ള ഒരു കമ്മലാണ്. പിന്നെ നെക്സ്റ്റ് നോർമൽ എനിക്ക് സ്റ്റഡ് ഇടാനാണ് ഇഷ്ടം, അതുകൊണ്ടാണ് സ്റ്റഡ് പോലത്തെ കമ്മൽ വാങ്ങണത് കേട്ടോ. ഞാൻ ഇപ്പോഴായാലും സ്റ്റഡാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു പേളിന്റെ ഒരു കമ്മൽ എടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു വൈറ്റ് മേടിച്ചത്. ഇത് അമ്മയ്ക്ക് മേടിച്ചതാണ്. ഈ ഒരു വൈറ്റ് ആണ് മേടിച്ചത്. നല്ല രസമുള്ള ഓവൽ ഷേപ്പുള്ള ഈ ഒരു വൈറ്റ് കമ്മൽ. അപ്പൊ ഇതാണ് അമ്മയ്ക്കുള്ളത്. ഞാൻ യൂസ് ചെയ്യും, എന്റെ സംഭവം അമ്മ യൂസ് ചെയ്യും കേട്ടോ. നമ്മൾ ഷെയറിങ് ആണ്. എന്ത് മേടിച്ചാലും രണ്ടുപേർക്കും കൂടെ ഉള്ളത് വാങ്ങുമ്പോൾ എനിക്ക് യൂസ് ചെയ്യാലോ, അതുകൊണ്ട്. ഈ ഒരു 3 കമ്മലാണ് മേടിച്ചത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങിച്ചത്, ലാസ്റ്റ് ആ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചത് ഈ ഒരു സംഭവമാണ്. മാനിക്യൂർ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഈ ഒരു ബോക്സ് ആയിരുന്നു. ഇതിന് ഏകദേശം എനിക്ക് തോന്നുന്നു 600 റേറ്റ് ആയിരുന്നു. മറ്റേ കമ്മലിനൊക്കെ ആകെ 25, 30 അങ്ങനത്തെ റേഞ്ചുള്ള സ്റ്റഡ് അല്ല, അതുകൊണ്ട് നോർമൽ റേറ്റ് ആണ്. ഇതിന് വന്നിട്ട് 650 ആണ്. 650 ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് വരുന്നത്. നല്ല അടിപൊളിയാണ്. ഇതിന്റെ റേറ്റ് കുറഞ്ഞതുണ്ട്, പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഭംഗിയും അതുപോലെ തന്നെ ക്വാളിറ്റി തോന്നിയതാണ് ഞാൻ ഇതെടുത്തത്. മാനിക്യൂർ സെറ്റ് ആണ്. കാണുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് തോന്നും. നമുക്ക് കൊണ്ട് നടക്കാനൊക്കെ ഒരു പേഴ്സ് പോലെയാണ് കേട്ടോ സംഭവം വരുന്നത്. ഇങ്ങനെ ഓപ്പൺ ചെയ്യാന്ന്, ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്യാണ്. അപ്പൊ ഇതാണ് ഐറ്റം. ഇതിൽ വന്നിട്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട്. സോ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നമുക്കിതിപ്പോ മാനിക്യൂർ ചെയ്യാൻ അതുപോലെ തന്നെ പെഡിക്യൂർ ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. കണ്ടില്ലേ പറയുന്നത്, കട്ട് ആൻഡ് ഫൈൽ എവറിത്തിങ്. നമുക്ക് ഇനി പാർലറിലൊക്കെ പോയിട്ട് ഇങ്ങനെ പൈസ കൊടുത്തതാക്കുന്നതിന് പകരം ഈ ഒരു സംഭവം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കട്ട് ആൻഡ് ഫൈൽ ചെയ്ത് നമ്മുടെ നീൽസ് വെക്കാൻ പറ്റുന്നതാണ്. സോ അതിനൊരു പ്രൊഡക്റ്റ് ആണ്. എനിക്കും പപ്പയ്ക്കും കൂടെ മേടിച്ചതാണ്. പപ്പയ്ക്കാണ് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. സോ ഇതാണ് ഒരു പ്രൊഡക്റ്റ്. ആൻഡ് ഭയങ്കര ഹാൻഡി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഇങ്ങനെ എടുത്ത് ഭയങ്കര യൂസ്ഫുൾ ആണ്. സോ ഇതുപോലത്തെ കുട്ടി പേഴ്സാണ്. ഇതിന്റെ ഉള്ളിൽ ഇത്ര സംഭവങ്ങളുണ്ടെന്ന് നമുക്ക് അറിയൂടില്ല. കണ്ട വലിയൊരു കവറാണുള്ളത്. അതായത് നേരത്തെ ഈ ഒരു കവറ്. ഇതിൽ എനിക്ക് മാത്രമുള്ള സംഭവമൊന്നുമല്ല, പപ്പയ്ക്കും അമ്മയ്ക്കും എനിക്കും കൂടെ മേടിച്ചത് കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. ഞാൻ എല്ലാം ഒന്ന് കാണിക്കാം. അതിന്റെ ഒരു ഫ്ലോയിൽ ഞാൻ എല്ലാം കാണിച്ചു പോവാണ്. അല്ലാണ്ട് എല്ലാം മേക്കപ്പ് പ്രൊഡക്ട്സും അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നോക്കാം, സംഭവം നോക്കാം നമുക്ക്. ഓക്കെ, ഇത് വാങ്ങിച്ചത് പപ്പയ്ക്കാണ്. ഈ ഒരു കോമ്പാണ്. നമ്മളിങ്ങനെ കുറെ നോക്കിയേക്കുന്നു. ഇങ്ങനെ ബ്യൂട്ടി പാർലറിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ കോമ്പ് ഉണ്ടാവുമല്ലോ, നമ്മൾ സെറ്റ് ചെയ്ത് തരുന്ന കോമ്പ്. അതുപോലത്തെ കോമ്പ് കുറെ ആയി നോക്കി നടക്കുന്നു. ആൻഡ് ഇവിടുത്തെ ഈ കട എനിക്ക് ഭയങ്കര ഇഷ്ടം. ഹോൾസെയിൽ കടയാണ് കേട്ടോ. ഇവിടുത്തെ ഞാൻ ഇതിന്റെ ഷോർട്സ് ഇടുന്നതായിരിക്കും. സോ അതിൽ കാണാൻ പറ്റും. ആ ഒരു കടയിൽ നിന്നാണ് ഞാൻ എന്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് എവറിത്തിങ് എല്ലാ സംഭവങ്ങളും ഞാൻ ആ കടയിൽ നിന്നാണ് വാങ്ങിക്കാറ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു ലൈൻ ഹെയർ ബ്രഷ്, ലൈൻ ഹെയർ ബ്രഷ്. ഇതിന്റെ പപ്പയ്ക്ക് വലിയ മേടിച്ചതാണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 225 ആണ്. പിന്നെ എന്താ വാങ്ങിച്ചെന്ന് വെച്ചാൽ ഞാൻ ബ്ലഷ് ഇടാൻ ബ്രഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ബ്ലഷ് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. ഈ ഒരു ബ്രഷ് വാങ്ങിച്ചത് ഞാൻ കുറച്ചും കൂടെ തിക്കായിട്ടുള്ളതാണ് നോക്കിയത്, പക്ഷെ എനിക്ക് കണ്ടെടുത്ത് ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 200 ആണ് റേറ്റ് വരുന്നത്. 200 രൂപീസിന്റെയാണ് ഈ ഒരു ബ്രഷ്. ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ്, ബ്ലഷ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ബ്രഷാണ് മേടിച്ചത്. വീണ്ടും എഗെയിൻ ഒരു കോമാണ്. ഞാൻ പറഞ്ഞില്ലേ, ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നമ്മൾ കാണാറില്ല, അവരിങ്ങനെ ഹെയർ ഡ്രയർ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് സെറ്റ് ആക്കുന്നത്. അതുപോലത്തെ ഒരു ബ്രഷ് ഞാനും വാങ്ങിച്ചു ഉപയോഗിച്ച്. ഇങ്ങനെ കുറെ തപ്പിയെടുക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ, കുറെ ആയിട്ട് ഞാൻ തപ്പി നടക്കായിരുന്നു. ഞാൻ എവിടെ പോയി നോക്കിയാൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി നോക്കായിരുന്നു. പക്ഷെ ഒന്നും അവിടെ ഒന്നും ഉണ്ടാവാറില്ല ഇങ്ങനത്തെ ബ്രഷ്. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രൊഫഷണൽ സെറാമിക് ബ്രഷാണ് ഞാൻ മേടിച്ചത്. നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. റൗണ്ട് ബ്രഷ് ആണ് കേട്ടോ.
നല്ല അടിപൊളിയാണ് കേട്ടോ സംഭവം. ആൻഡ് ഇവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അത് ഞാൻ പറയാം. ഇവരുടെ ഓൺലൈനിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഇവരുടെ ഇൻസ്റ്റാ പേജും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഉണ്ട്. നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ പറ്റും. ഇതിന്റെ ബ്രാൻഡ് എന്ന് വെച്ചാൽ ഹെക്ടർ പ്രൊഫഷണൽസ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് മേടിച്ചത് ഈ ബയോളേജിന്റെ ഈ ഒരു ഷാമ്പു ആണ് കേട്ടോ. ഇത് എനിക്ക് വേണ്ടി മേടിച്ചതല്ല, അമ്മയ്ക്ക് വേണ്ടി മേടിച്ചതാണ്. അമ്മയുടെ ഹെയർ കളർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൽ പോയിട്ട് കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കളർ ചെയ്യുന്ന ഹെയർസിന് എപ്പോഴും എന്ത് ചെയ്യുക, കളർ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഷാമ്പൂസ് ഉണ്ടാവും, അത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാണ്ട് നോർമൽ ഷാമ്പൂസ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹെയർ കളർ ചെയ്തത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല. സോ ഇത് വന്നിട്ട് കളർലാസ് ഓർക്കിഡ് ഷാമ്പു ആണ്. അടിപൊളി ബ്രാൻഡാണ്, കുറെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. എപ്പോഴും ഹെയർ കളർ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സെക്കൻഡ് ടൈമാണ് കളർ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് ഇതാണ്. പിന്നെ ഏതോ ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുമായിരുന്നു, അത് ഏതാണെന്ന് അറിയാം, ഓർമ്മയില്ല. ഷുഗറിന്റെ ഒരു ഐലൈനറാണ് ഇത്. ആക്ച്വലി അമ്മയ്ക്ക് വേണ്ടി മേടിച്ചതാണ്. ഷുഗറിന്റെ ഐലൈനർ വന്നിട്ട് ജെൽ ഐലൈനറാണ് ഇത്. ജെൽ ഐലൈനർ ഞാൻ മറ്റേ ലിക്വിഡ് ഐലൈനറാണ് യൂസ് ചെയ്യാറ്. അമ്മയാണ് ജെൽ ഐലൈനർ വാങ്ങിച്ചു വെക്കുന്നത്. ഞാൻ അൺബോക്സ് കാണിച്ചത്. ജെൽ ഐലൈനർ വന്നിട്ട് നമുക്ക് ഇതുപോലെ ഇവിടെ ബ്രഷ് ഉണ്ടാവും, കണ്ടോ? ബ്രഷ് ചെയ്തെടുത്തിട്ട് സ്മോക്കി ഐസ് ഒക്കെ ചെയ്യാൻ വേണ്ടി അടിപൊളി ആയിട്ടാണിത്. അപ്പോൾ ഇത് അടിപൊളി സംഭവമാണ് കേട്ടോ. അത് അമ്മ യൂസ് ചെയ്യാറുള്ളതാണ്. നല്ല ഐറ്റാണ്, ഷുഗറിന്റെ ആണ്. ഫസ്റ്റത്തെ ഐറ്റം ആയിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് വാങ്ങാൻ വേണ്ടിയിട്ട്, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രൊഡക്റ്റാണ്. ഐ മീൻ ഇങ്ങനെ കുറേ കാലമായി ഒരു നല്ല ഒരു ക്ലെൻസർ വേണം. എനിക്ക് ക്ലെൻസർ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഓയിലി ഫേസ് ആണ്. സോ ഓയിലി ഫേസിന് എപ്പോഴും നമ്മൾ ക്ലെൻസ് ചെയ്യണം, ഡബിൾ ക്ലെൻസ് ചെയ്യണം. നൈറ്റ് ആയാലും നമ്മൾ ഡബിൾ ക്ലെൻസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഒരു ക്ലെൻസർ വേണം. സോ അതിന് വേണ്ടി ഞാൻ ക്ലെൻസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൊറിയൻ ബ്രാൻഡിന്റെ ആണ്. എനിക്ക് ഭയങ്കര എനിക്ക് എന്റെ പ്രൊഡക്ട്സ് മൊത്തം ഞാൻ കൊറിയൻ ബ്രാൻഡ് ആക്കാനാണ് കൂടുതലും കൂടെ ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു സ്കിൻ കെയറിൽ കൊറിയൻ ബ്രാൻഡ്സ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. സ്കിൻ കെയർ ചെയ്യാനും യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ആയാലും മേക്കപ്പ് തിങ്സ് ആയാലും എല്ലാം കൊറിയൻ ബ്രാൻഡ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുണ്ട്. എന്റെ വന്നിട്ട് ഇതാ ക്വീൻസിന്റെ ആണ്, കൊറിയൻ ബ്രാൻഡ് ആണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ക്വീൻസിന്റെ. ഇതാണ് പ്രൊഡക്റ്റ്. ഇതിന്റെ റിവ്യൂ ഒക്കെ ഞാൻ ഇടാം കേട്ടോ. ഞാൻ റിവ്യൂ ഇതിന് മാത്രമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. സോ അപ്പൊ ഇത്രയുള്ള സാധനങ്ങൾ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇത്രേ വാങ്ങിച്ചിട്ടുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. പിന്നെ ഇതിന്റെ ടോട്ടലി, അതായത് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഇത് ഓൺലൈനിൽ വാങ്ങാൻ പറ്റുന്ന സംഭവങ്ങളും കൂടെ ആണെന്ന് തോന്നുന്നു ചിലതൊക്കെ. അപ്പം അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ബ്രഷ് ഒക്കെ പറഞ്ഞില്ല, അതൊക്കെ കൊടുക്കാം. പിന്നെ ഇതിന്റെ ടോട്ടലി വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതിന് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ ആണ്.